Hi friends, welcome to my YouTube channel. ഞാൻ കോസ്മെറ്റോളജീൻ്റെ ഒരു PG ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ എക്സാം ഉണ്ടായിരുന്നു. സോ അതിനു വേണ്ടി കുറച്ച് ടൈം പഠിക്കാമെന്ന് വിചാരിച്ചു. മണിയാകുമ്പോൾ അടുക്കളയിലേക്ക് പോകണമെങ്കിൽ മാത്രമേ 8 മണിക്ക് എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. സോ രാവിലെ തന്നെ അരിയൊക്കെ അരച്ച് ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. സോ ലെറ്റ്സ് മേക്ക് ദോശ. ഇനി നമുക്ക് കുറച്ച് വെണ്ടക്ക ഉപ്പേരി ഉണ്ടാക്കാം. അച്ചുവിൻ്റെ അമ്മ സിനിമയിൽ ഉർവശി പറഞ്ഞതുപോലെ ടേക്ക് ക്രഞ്ചി വെണ്ടക്കാസ് ആൻഡ് കട്ട് ഇറ്റ് ഇൻറ്റു സ്മോൾ പീസസ്, ദെൻ ടേക്ക് ഒനിയൻ, cut it into small pieces. Then നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. കടുക് വറ. ഓക്കെ, ദെൻ നമ്മളുടെ വെണ്ടക്ക ഉപ്പേരി അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെണ്ടക്ക കേട്ടോ. എനിക്ക് വെണ്ടക്ക ഉപ്പേരി ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, നമുക്കിനി ഇത് ചോറ്റുപാത്രത്തിലേക്ക് വിളമ്പാം. കുറച്ചൊന്ന് അടിയിൽ കരിഞ്ഞിട്ടുണ്ട്, പക്ഷേ കുഴപ്പമില്ല. പിന്നെ ചോറിന് മുട്ടയും കൂടി ഉണ്ടായിരുന്നു. ഭയങ്കര മഴയാണ് പുറത്ത്. അപ്പം നമ്മൾ പോവുകയാണ്. 7:55 വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വരെയുള്ള സ്ഥലമാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ നടന്നു പോകുന്ന വഴി. അങ്ങനെ ബസ്സിൽ കയറി. മഴ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് കടൽ കാണിച്ചു തരാം. പോകുന്ന വഴിയിൽ അടിപൊളി കാഴ്ചകളാണ് ഉണ്ടാവുക ബസ്സിൽ. ഓക്കെ, അപ്പം നമ്മൾ തലശ്ശേരി ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഇതാണ് എൻ്റെ ഹോസ്പിറ്റൽ, ആയുർഗ്രാമം ആയുർവേദ ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മൾ അവിടെ എത്തി. രാവിലെ KSRTCക്ക് പോകുന്നതുകൊണ്ട് 9:15 അവിടെ എത്തും. അപ്പോൾ യൂണിഫോമൊക്കെ മാറ്റി റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഫാർമസി. അപ്പം ഞങ്ങളുടെ ഓൺ പ്രൊഡക്റ്റാണ് ഈ ഹോസ്പിറ്റലിൽ നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നത്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. മെയിൻലി ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ചികിത്സ എന്ന് പറയുന്നത് ഡയബറ്റിക് ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അതിന് ട്രീറ്റ്മെൻറ്റ് നൽകാറുള്ളൂ. അവരുടെ റിപ്പോർട്ട്സും അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മളുടെ സിസ്റ്റത്തിൽ നോട്ടിലേക്ക് നമ്മൾ എഴുതി വെക്കും. അതിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. മെഡിസിൻസൊക്കെ ഞങ്ങൾ തന്നെ മേക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ 5:30 ആയപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞു. തിരിച്ച് ലൈൻ ബസ്സിനാണ് വരുന്നത്. മഴക്കാറുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ നല്ല മഴ പെയ്തു. പക്ഷേ നല്ല രസമാണ് കേട്ടോ മഴയത്ത് ബസ്സിൽ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് പുറത്തേക്ക് നോക്കിയിരുന്നിട്ടുള്ള യാത്ര എന്ന് പറയുന്നത് അടിപൊളിയാണ്. ചെറുപ്പത്തിൽ +2 പഠിക്കുമ്പം ബസ്സിൽ യാത്ര ചെയ്തതൊക്കെ ഓർമ്മ വരും. അതുപോലെ ഒരുപാട് മെമ്മറീസൊക്കെ അയവിറക്കാനുള്ള ടൈമാണ് ഈ ബസ്സിലെ യാത്ര എന്ന് പറയുന്നത്. 1 മണിക്കൂറോളം ഏകദേശം ഉണ്ട്. അങ്ങനെ ഇത് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അതാണ് എൻ്റെ വീട്. വരുമ്പോൾ തന്നെ ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ടാവും. അങ്ങനെ വന്നപാടെ ചോറ് കഴിച്ചു. ഒന്ന് ചിക്കൻ ഉണ്ടായിരുന്നു. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അടുക്കളയൊക്കെ കുറച്ചൊന്ന് ക്ലീനാക്കി. രാത്രിത്തെ കുറച്ച് ടൈം മാത്രമേ ഞാൻ പണിയെടുക്കേണ്ട ടൈമുള്ളൂ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള കുറച്ച് ടൈം യൂട്യൂബ് ചാനലുള്ളത് കൊണ്ട് തന്നെ എഡിറ്റിങ്ങിനും തമ്പനെയിൽ ഉണ്ടാക്കാനൊക്കെ ഞാൻ ഇരിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാം. പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് എഴുതി വെക്കാം. രാവിലെ എഴുന്നേറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നത് കൊണ്ട് തന്നെ 10 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് നല്ല ഉറക്കം വരും കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ വർക്ക് ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങും. കിടന്ന പാടെ തന്നെ എനിക്ക് ഉറക്കവും വരും. അപ്പോൾ ഇതാണ് എൻ്റെ കുട്ടി ഡേ ഇൻ മൈ ലൈഫ്.
എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ദിസ് ഇസ് മീ ഡോക്ടർ ദൃശ്യ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് good night to all.